കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വൺ പീസിൻ്റെ ചാപ്റ്ററുള്ള 1748 സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്. എൻ്റെ ഒരു പല്ലെടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ നല്ല സ്ട്രെയിൻ ഉണ്ട്. സോ സൗണ്ടിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും കാണും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ റോങ്കനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരായിട്ട് ഒരു ക്ലിഫിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ പറയുന്നുണ്ട് അവളോട് പോകരുതെന്ന്. പക്ഷേ അവൾ തിരിച്ചും പറയുന്നുണ്ട് എനിക്ക് എന്നെ സംഭവിക്കണമെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ എൻ്റെ ശരീരം തന്നെ അനുവാണ്. പക്ഷേ പുള്ളിക്കാരി ഫുൾ കോൺഫിഡൻസ് ആണ്, പുള്ളിക്കാരിക്ക് ഒന്നും തന്നെ പറ്റത്തില്ല. അങ്ങനെ പുള്ളിക്കാരി പതുക്കെ നടന്ന് അവർ ആരോടെ തൊട്ടറ്റത്ത് വന്നിട്ടുണ്ട്, അതായത് ആ ക്ലിഫിൻ്റെ തൊട്ട് പറ്റേ. അങ്ങനെ അവളവിടെ എത്തിയ കാര്യം നമ്മുടെ ഷോമേഴ്സിനോടൊക്കെ ഗുങ്കോ പറയുന്നുണ്ട്. എന്നിട്ട് ഗുങ്കോ നമ്മുടെ ജോളിനോടൊക്കെ പറയാൻ തുടങ്ങും. സോ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് 30 സെക്കൻഡ് സമയം തരും. ഈ 30 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കൂളും ലൈബ്രറിയും എല്ലാം തന്നെ കത്തിക്കണം. ബാക്കിയുള്ള ജെൻസ് ഒന്നും ഇതിന് സമ്മതിക്കുന്നില്ലായിരുന്നു. കാര്യം അവരുടെ സ്കൂളിലും ലൈബ്രറിയിലൊക്കെ വർഷങ്ങളായിട്ടുള്ള അവരുടെ പല പല പാരമ്പര്യങ്ങളും പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രേഖകളും എല്ലാം അവിടെയാണ് ഉള്ളത്. അവരുടെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പലരും പറയുന്നത് ഇത് എൽബഫിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്, എൽബഫിനെ മുട്ടുകുത്തിക്കാനാണ് ഇവർ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് തന്നെ ബാക്കിയുള്ളവർ പറയുന്നുണ്ട് പിള്ളേരെ രക്ഷിക്കണ്ടേ, പിള്ളേരല്ലേ നമുക്ക് വലുതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരുടെ ഇടയിൽ തന്നെ ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റോബിനെ ചോപ്പറിനാണ്. റോബിൻ പറയുന്നുണ്ട് ചോപ്പർ നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. അല്ല നീ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? അവരുടെ എബിലിറ്റീസ് ഒന്നും തന്നെ അറിയാമില്ല, പക്ഷേ നീ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞോട്ടെ, പക്ഷേ ഇതിൽ കൂടുതൽ എന്തായാലും എനിക്ക് എൻ്റെ ഇമോഷൻസ് പിടിച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ റോബിനും പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഷോമേഴ്സ് സ്ട്രോ ഹാറ്റ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നാമി കിടന്ന് കാണുന്നുണ്ട് നീയൊക്കെ എന്ത് മനുഷ്യരാണ്, നീയൊക്കെ പിള്ളേരെ കൊല്ലാനാണോ പോകുന്നത്? ഈ ലോകത്തിലെ ഏറ്റവും വേഴ്സായിട്ടുള്ള ക്രിമിനൽസ് പോലും പിള്ളേരെ ഹോസ്റ്റേജ് ആയിട്ട് വെക്കാൻ പോലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കിടന്ന് ദേഷ്യപ്പെടുവാണ്. പക്ഷേ ഷോമേഴ്സിന് ഇതൊന്നും പ്രശ്നമേ ഇല്ല. ഷോമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കാനടുത്ത് ഈ സ്ട്രോ ഹാറ്റ്സും ബാക്കിയുള്ളവരൊക്കെ വെറും ഇൻസെക്ട്സും മാത്രമാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ റിപ്ലിയും ഫ്രാങ്കും കൂടെ ഗവാൻ്റെ പുറകെ പോകാൻ തീരുമാനിച്ചു. അവരിവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ജയൻ പൈലറ്റ്സ് ഉണ്ടല്ലോ, അവർ രണ്ടായിട്ട് തിരിയും. അത് 2 ഗ്രൂപ്പായിട്ട് മാറിയിട്ട് ഒരു ഗ്രൂപ്പ് നമ്മുടെ പിള്ളേരെ രക്ഷിക്കാനും മറ്റേ ഗ്രൂപ്പ് നമ്മുടെ മോൺസ്റ്റേഴ്സായിട്ട് ഫൈറ്റ് ചെയ്യാനും തീരുമാനിക്കും. അങ്ങനെ എൽബഫിൻ്റെ പല ഭാഗത്ത് നിന്ന് പല പല ജയൻസ് അവരുടെ വെപ്പൺസ് ഒക്കെ എടുത്തുകൊണ്ട് ബ്രാഞ്ച് 8ലേക്ക് വരുവാണ്. പക്ഷേ അപ്പോഴാണ് നമ്മുടെ ഷോമേഴ്സ് മറ്റൊരു അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് വ്യക്തമായി തന്നെ നിങ്ങൾ കേട്ടോണം. സ്കൂളും ലൈബ്രറിയും നിങ്ങൾ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിൻ്റെ അകത്തുള്ള ഒരു ബുക്ക് പോലും ഇനി രക്ഷപ്പെടുത്താൻ പാടില്ല. നിങ്ങളുടെ കൾച്ചറും ഹിസ്റ്ററിയും എല്ലാം തന്നെ ഇന്ന് ചുട്ടു ചാമ്പലാകണം. ഇത് കേട്ടതും റോബിന് ദേഷ്യം വന്നിട്ട് പുള്ളിക്കാരി അവനങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷോമേഴ്സ് അവിടെ തെറിച്ച് പോകുന്നുണ്ട്. ഈ സമയത്ത് ജിംബ പറയുന്നുണ്ട് റോബിൻ സൂക്ഷിച്ചു വേണം, അവൻ്റെ എബിലിറ്റി എന്നാന്ന് നമുക്ക് ഇതുവരെ അറിയാൻ മേല. റോബിൻ പറയുന്നുണ്ട് അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി നമ്മുടെ ഷോമേഴ്സിൻ്റെ മേത്ത് കയറി പിടിക്കുന്നുണ്ട്. ഷോമേഴ്സിന് ഇതാരാന്ന് മനസ്സിലായി, നിക്കോ റോബിനാണെന്ന്. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ അവന് 2ആയിട്ട് അവൾ ഒടിച്ചു കളയും. എല്ലാവരും ഇതുകൊണ്ട് സന്തോഷിക്കും. അതായത് 2ആയിട്ടാണ് നമ്മുടെ ഷോമേഴ്സിനെ അവൾ ഒടിച്ചു കളഞ്ഞത്. പക്ഷേ അവൾക്ക് വ്യക്തമായി തന്നെ അറിയാം അത് ഇമ്മോർട്ടലാണെന്ന്, അവൾക്ക് ഒറ്റയ്ക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ആ ഒരു സമയത്താണ് ഷോമേഴ്സ് വീണ്ടും ഉയർത്തെഴുന്നേക്കാൻ തുടങ്ങും. എന്നിട്ട് പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് 20 സെക്കൻഡും കൂടെ ഉള്ളു. 20 സെക്കൻഡും കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ കൊച്ചി താഴത്തേക്ക് വീഴും. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടിത്തിരിച്ചു. ഉസോപ്പൊക്കെ കിടന്ന് കാണുന്നുണ്ട് നീ ഒരു സൂംബിയാണോ എന്ന് ചോദിച്ചുകൊണ്ട്. എന്നാൽ പെട്ടെന്ന് റോബിൻ അവനെ കയറി കെട്ടിപ്പിടിച്ച് നേരെ താഴത്തേക്ക് ചാടുവാണ്. അവൻ ചോദിക്കുന്നുണ്ട് നീ എന്നായി കാണിക്കുന്നത്? നിനക്ക് എന്നെ മിത്ത് വല്ല ക്രഷ് വല്ലതും ഉണ്ടോ? നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ സ്നേഹിക്കാം, പക്ഷെ ഒരിക്കലും ഈ ഒരു സൂയിസൈഡിന് ഞാൻ കൂട്ടുന്നില്ലെന്ന് നമ്മുടെ ഷോമേഴ്സ് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. റോബിൻ എന്തിനാണ് ഇതുപോലത്തെ ഒരു സൂയിസൈഡ് ആക്ട് ചെയ്തതെന്ന് ഓർത്തിട്ട്. അപ്പോൾ റോബിൻ പറയുന്നുണ്ട് എനിക്ക് നിന്നെ വ്യക്തമായി തന്നെ അറിയാം, നീ ഒരു ഇമ്മോർട്ടലാണ്, നീ ത്രോൺ ഫ്രൂട്ടും കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിന്നിവിടുന്ന് ദൂരത്തേക്ക് മാറ്റിയാൽ മാത്രമേ ആ പിള്ളേരെ എനിക്ക് രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. സോ നിനക്ക് ഞാൻ മനസ്സിലായെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരൻ കിടന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. ആ ഒരു അറ്റാക്ക് ഒട്ടും നിസ്സാരമല്ലായിരുന്നു. റോബിൻ്റെ തലയുടെ അകത്തൂടെ പുള്ളിക്കാരൻ്റെ മുള്ളു കുത്തിക്കയറും. പക്ഷേ പെട്ടെന്നായിരുന്നു റോബിൻ പൊടിഞ്ഞു ഇല്ലാണ്ടായത്. അവൻ ഞെട്ടിപ്പോകുന്നുണ്ട് അവൾ അങ്ങനെ പോകുന്ന കണ്ടപ്പോൾ. ഈ ഒരു സമയത്ത് നമ്മുടെ റോബിൻ വന്ന് ബാക്കിയുള്ളവരെ രക്ഷിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും റോബിനെ കണ്ട് വളരെ കൂളാന്ന് പറയുന്നുണ്ടെങ്കിലും റോബിന് ഒരിക്കലും ആ ഒരു സംഭവം മുറിക്കാൻ സാധിക്കുന്നില്ല. അത് നമ്മുടെ ഗുങ്കോടെ ആരോസ് ആയിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു ആ ഒരു ശബ്ദം അവൾ കേൾക്കുന്നത്. ഇനി വെറും 10 സെക്കൻഡും കൂടെ ബാക്കിയുള്ളു. ജാറോൾ മര്യാദക്ക് എന്നോടുള്ള ഉത്തരം പറ. നമ്മുടെ ഷോമേഴ്സ് ആട്ടെ മേളിൽ താഴത്തേക്ക് തൂങ്ങിക്കിടക്കുവാണ്. പുള്ളിക്കെന്നെ മുള്ളു വള്ളിയിടാത്ത്. ഗുങ്കോ ഇവനെനിക്ക് ഉത്തരം തരുന്നില്ല, ഒരു കാര്യം ചെയ്യും ആ കൊച്ചിൻ്റെ സൗണ്ട് നീ അങ്ങോട്ട് കേൾപ്പിച്ചോട്. ഈ ഒരു സമയത്ത് തന്നെ ഗുങ്കോ അവൾ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എൽഡർ ജാറോൾ ഞാൻ റോജയാണ്. എനിക്ക് സ്കൂൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അവിടെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. എനിക്ക് ലൈബ്രറിയും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു, ടീച്ചറിനെ കുറിച്ച് പഠിച്ചു, വേൾഡ് ട്രെയിനെ പറ്റി പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആയുള്ള എനിക്ക് ആവശ്യമുള്ള പല പല കാര്യങ്ങൾ ഞാൻ പഠിച്ചു. മറ്റുള്ളവർക്ക് ശല്യമാകാതിരിക്കാൻ ടീച്ചർ എന്നെ പഠിപ്പിച്ചു. മറ്റുള്ളവർക്ക് ദേഷ്യമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ടീച്ചർ എന്നെ പഠിപ്പിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ടീച്ചറിനെ ഫ്രണ്ട്സിനും എല്ലാവരും ഭയങ്കരധികം ഇഷ്ടമാണ്. ഇപ്പോൾ എന്നാരെങ്കിലും രക്ഷിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ സ്കൂളും ലൈബ്രറിയും പോകുന്നല്ലേ. അതുകൊണ്ട്
എൽഡർജാൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യവുമില്ല, ഞാൻ ഇത്ര നാൾ ലക്കിയായിരുന്നു, അതുകൊണ്ട് ഇവിടെ വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കിടന്ന് കരയുവാണ്. ഈ ഒരു സമയത്ത് ഷോമേസ് കൊടുത്ത ആ ഒരു സമയമുണ്ടല്ലോ, അത് അവസാനം 0ലേക്ക് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ജാറുകൾ കിടന്ന് കറന്നുണ്ട്. ആങ്കെ എത്രയും പെട്ടെന്ന് സ്കൂളും ലൈബ്രറിയും എല്ലാം കത്തിക്കാൻ തുടങ്ങുക. ആങ്കയ്ക്കും നമ്മുടെ സോളിനും റോബിനും ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കാര്യം അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പെട്ടെന്നായിരുന്നു നമ്മുടെ ഷോമേസ് വന്ന് റോബിനെയും പിടിക്കുന്നത്. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ ഷോമേസിന്റെ കൈ മുറിഞ്ഞു പോകും. പുള്ളിക്കാരൻ നോക്കാനകത്ത് ആ കൈ റീജനറേറ്റ് ആകുന്നില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു സൗണ്ട് കേൾക്കുന്നത്, ലോങ് ടൈം നോസി. പുള്ളിക്കാരൻ ഞെട്ടിക്കിടന്ന് കാണുന്നുണ്ട് സ്കോപ്പർ ഗബാൻ. അടുത്ത സെക്കൻഡിൽ തന്നെ ഗബാൻ വന്ന് പുള്ളിക്കാരനെ വെട്ടി അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട്. ഗബാൻ ഇപ്പോൾ ഫുള്ളി സീരിയസ് ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ ഗബാൻ കളത്തിലേക്ക് ഇറങ്ങി ഷോമേസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ എനിക്ക് നല്ല ടൂത്തേക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ, അതായത് മൺഡേ മോർണിംഗ് ആണ് എൻ്റെ ഒരു പല്ലെടുത്തത്. ഇപ്പോഴും നല്ല സ്ട്രെയിൻ ഉണ്ട് സംസാരിക്കാനായിട്ട്, ഫുള്ളി ഹീലായിട്ടും ഇല്ല. എന്നിട്ടും എൻ്റെ മാക്സിമം ട്രൈ ചെയ്താണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത്. സോ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. പിന്നെ എന്തായാലും നമ്മൾ ഒരിക്കലും ഇനി ലാഗ് വരുത്താതിരിക്കാൻ നോക്കുന്നതായിരിക്കും. സോ ഇനി എന്തായാലും വൺ പീസിൻ്റെ ചാപ്റ്റേഴ്സ് ഇറങ്ങാൻ തന്നെ അപ്പോൾ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും.